സഹോദരന്മാരെ, സഹോദരിമാരെ, മുസ്ലിം എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതം പരിപൂർണമായും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സമർപ്പിക്കേണ്ടവനാണ്. ഒരു മുസ്ലിം അവൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട്. നമ്മൾ ഒരു ദിവസം ഉറങ്ങി എഴുന്നേൽക്കുന്നത് മുതൽ തിരിച്ച് ഉറങ്ങുന്നത് വരെയുള്ള സമയങ്ങളിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൃത്യമായി പഠിപ്പിച്ചു നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകനെ നമ്മളിലേക്ക് പറഞ്ഞയച്ചിട്ടുമുണ്ട്. ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദൗത്യം ഏറ്റവും കൃത്യമായി പൂർത്തീകരിച്ചു നൽകിയിട്ടുമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ എന്തെങ്കിലും ഒന്ന് കുറയ്ക്കേണ്ടതോ കൂട്ടേണ്ടതോ ആയി നമുക്ക് വിട്ടേച്ച് പോയിട്ടില്ല. എല്ലാം വളരെ കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ആ പ്രവാചകന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ കൃത്യമായി പരിപാലിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് മരണത്തിന് ശേഷം ഖബറിലും അവിടെ നിന്ന് അങ്ങോട്ടും ഏറ്റവും സുന്ദരമായ സന്തോഷമായ ഒരു ജീവിതം കൈവരിക്കാൻ കഴിയും. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ അവിടെ സന്തോഷവും സമാധാനവും ലഭിക്കാൻ വേണ്ടിയാണ് ഈ ലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത് തന്നെ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുൽക്കിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. മരണം, ജീവിതം എന്നീ രണ്ട് പ്രക്രിയകൾ അല്ലാഹു ഏർപ്പാടാക്കിയത് തന്നെ നിങ്ങളിൽ ഏറ്റവും നന്നായി പണിയെടുക്കുന്നവൻ ആരാണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്നാണ്. ഏറ്റവും നന്നായി ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലാഹു നമുക്ക് ഈ ജീവനം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയാറുണ്ട് അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ആഖിറത്തിലേക്കുള്ള, പരലോകത്തിലേക്കുള്ള ഒരു കൃഷിയിടം മാത്രമാണ്. ഈ ലോകത്ത് നമ്മൾ കൃഷി ഇറക്കുന്നു. നമ്മൾ ഇറക്കുന്ന കൃഷി, അതിൻ്റെ വിളവ് നമ്മൾ കൊയ്യുന്നത് പരലോകത്താണ്. ഈ ലോകത്ത് നമ്മൾ എന്ത് വിതച്ചിട്ടുണ്ടോ അതെല്ലാം പരലോകത്ത് കൊയ്യാൻ കഴിയും. അണുമണി തൂക്കമാണ് നന്മ ചെയ്തതെങ്കിൽ അതും, അണുമണി തൂക്കമാണ് തിന്മ ചെയ്തെങ്കിൽ അതും പരലോകത്ത് കിട്ടുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയോട് ഒരിക്കലും അക്രമം, അനീതി പ്രവർത്തിക്കുകയില്ല. എന്താണോ ചെയ്തത് അത് കൃത്യമായി കിട്ടും. നമ്മൾ നടന്നു പോകുമ്പോൾ വഴിയോരത്ത് ഒരു ചെറിയ കല്ല് കാണുന്നു, അതൊരുവന്റെ കാലിൽ തട്ടി പ്രയാസമുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ കാല് കൊണ്ട് തന്നെ അത് തട്ടി സൈഡിലേക്ക് മാറ്റിയാൽ നമ്മുടെ ഉദ്ദേശത്തിനനുസരിച്ച് അതിനും അല്ലാഹു സുബ്ഹാനഹു വ തആല കൂലി നിശ്ചയിച്ചിട്ടുണ്ടാകും. നമ്മുടെ കൂടെയുള്ള ഒരു സുഹൃത്തിനെ, നമ്മുടെ സഹോദരനെ ആൾക്കൂട്ടത്തിൽ ഒന്ന് കളിയാക്കി തമാശക്കായിരിക്കും അവരെ വേദനിച്ചിട്ടുണ്ടെങ്കിൽ നിസാരമേ നമുക്ക് തോന്നിയ ആ തിന്മയും അതിൻ്റെ ശിക്ഷയും പരലോകത്ത് അവന് ഏൽക്കേണ്ടി വരും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ജീവിതം നന്നാക്കി മുന്നോട്ട് പോകാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. എങ്ങനെയാണ് പരലോകത്ത് വിജയിക്കാൻ കഴിയുക എന്ന് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന മാർഗങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന മാർഗം അത് ഒഴിവാക്കി ജീവിച്ചവനെ സംബന്ധിച്ചിടത്തോളം അവനെ മരിക്കുന്നത് തൊട്ട് അങ്ങോട്ട് വല്ലാത്ത പ്രയാസമായിരിക്കും. ഈ ദുനിയാവിൽ ഒരുപക്ഷെ താന്തോന്നിയും തെമ്മാടിയുമായി ജീവിക്കുന്ന, അള്ളാഹുവിന്റെ കൽപ്പനകൾ ശിരസാവഹിക്കാതെ തോന്നിയതുപോലെ ജീവിക്കുന്ന ആളുകൾക്ക് ദുനിയാവിൽ വലിയ സന്തോഷമുണ്ടാകും, ദുനിയാവിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. വലിയ വലിയ മണിസൗധങ്ങളും വലിയ വലിയ സൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും എല്ലാം അവനൊരു പക്ഷേ ഈ ദുനിയാവിൽ കിട്ടിയേക്കാം. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും പട്ടിണിയും പരിവട്ടങ്ങളുമായിരിക്കാം. ഈ ദുനിയാവിൽ എന്ത് കിട്ടുന്നു എന്നുള്ളതല്ല, പരലോകത്ത് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് നമ്മുടെ വിജയമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ നമ്മൾ എങ്ങനെയൊക്കെ ജീവിച്ചാലും തോന്നിവാസിയായി ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവൻ മരിക്കുന്നിടം മുതൽ അങ്ങോട്ട് അവന്റെ ചില വിലാപകഥകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
നമുക്ക് ഹദീസിലൂടെയും പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അള്ളാഹുവിനെ സൂക്ഷിക്കാത്തവനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നടത്തുന്ന ചില വിലാപങ്ങൾ, ജീവിതത്തിൽ തിന്മകൾ ചെയ്ത കുറ്റവാളികൾ, അവർ ഉണ്ടാകുന്ന വിലാപ നിമിഷങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. ആ വിലാപങ്ങൾ ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ സഹോദരന്മാരെ, ഈ ദുനിയാവിൽ നമ്മൾ നല്ലവരായി ജീവിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ അനുസരിച്ച്, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവന്ന് നാട്ടുകാരുടെയും ആളുകളുടെയും ഒക്കെ പേരിന് വേണ്ടിയും പെരുമക്ക് വേണ്ടിയും അല്ലാതെ അള്ളാഹുവിനെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് മരിക്കുന്ന സന്ദർഭത്തിൽ അവന് വലിയ സന്തോഷം ഉണ്ടാകുമെന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറ ഫുസ്സിലത്തിന്റെ 30-ാമത്തെ വചനത്തിൽ പറഞ്ഞ വളരെ വലിയൊരു യാഥാർത്ഥ്യം, മരിക്കുന്ന സന്ദർഭം അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അള്ളാഹുവാണ് എന്റെ റബ്ബ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചവൻ, ഫുമ്മസ്തഖാമു, പ്രഖ്യാപിക്കുക മാത്രമല്ല പിന്നീട് അതിൽ ഇസ്തിഖാമത്തോടുകൂടി ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിച്ച് ജീവിച്ചവൻ, അടിയുറച്ചുകൊണ്ട് ഇസ്തിഖാമത്തോടുകൂടി ജീവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ മരിക്കുന്ന സന്ദർഭത്തിൽ തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അവനിലേക്ക് ഇറങ്ങി വരുമെന്നാണ്. മലക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു മലക്ക്, മലക്കുൽ മൗത്ത് മാത്രമല്ല, ഒരു കൂട്ടം മലക്കുകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലെ ഗ്രന്ഥങ്ങളിൽ അവരെ കുറിച്ച് പഠിപ്പിച്ചത് ബിയമുൽ വുജൂഹ്, നല്ല വെളുവെളുത്ത മുഖമുള്ള ആളുകളാണ് എന്നാണ്. കണ്ടാൽ തന്നെ സന്തോഷമുണ്ടാക്കുന്ന തരത്തിൽ പ്രകാശപൂരിതമായ മുഖങ്ങളുടെ ചില മലക്കുകൾ അവനിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അവരോട് പറയുന്നത്, അല്ലാ തഖാഫു, നീ പേടിക്കേണ്ടതില്ല, വലാ തഹ്സനു, നീ സങ്കടപ്പെടേണ്ടതില്ല, വഅബ്ശിറു ബിൽ ജന്ന, നീ സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത കേട്ടുകൊള്ളുക, അല്ലതി കുൻതും തുഅദൂൻ, നിനക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുള്ളതായ സ്വർഗ്ഗം. നന്മ ചെയ്യുന്ന ആളുകൾക്ക്, ഈമാനോടുകൂടി ജീവിക്കുന്നവർക്ക്, ഇസ്തിഖാമത്തനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തതാണ് സ്വർഗം എന്നുള്ളത്. സഹോദരന്മാരെ, സഹോദരിമാരെ, ആ സ്വർഗത്തിന് വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. ആ സ്വർഗം നേടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ജീവിതത്തിൽ സമയം കണ്ടെത്തേണ്ടത്. ദുനിയാവിന്റെ പളപളപ്പുകൾക്ക് പിന്നാലെ, നൈമിഷികമായ സുഖസൗകര്യങ്ങൾക്ക് പിന്നാലെയല്ല നമ്മുടെ സമയങ്ങൾ നമ്മൾ നീക്കി വെക്കേണ്ടത്. അള്ളാഹുവിന് വേണ്ടി നമ്മൾ സമയവും സന്ദർഭവും മാറ്റിവെക്കുവാൻ കഴിയേണ്ടതുണ്ട്. അങ്ങനെയല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻആമിന്റെ 93-ാമത്തെ വചനത്തിൽ മറ്റൊരു മരണവും കൂടി അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. അത് കുറ്റവാളിയുടെ മരണമാണ്. വലൗ തറ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്, അക്രമികൾ അവന്റെ ഗമറാത്തിൽ, നരകത്തിന്റെ മരണത്തിന്റെ സക്കറാത്തിലെത്തുമ്പോൾ, മരണവേദനയിലേക്ക് അവർ എത്തിച്ചേരുന്ന സന്ദർഭത്തിൽ, വൽ മലായികതു ബാസിതു ഐദീഹിം, മലക്കുകൾ അവരുടെ 2 കരങ്ങൾ വിശാലമായി നീക്കിക്കൊണ്ട് അവരിലേക്ക് വരികയും അഖ്രിജു അൻഫുസകും, നഫ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങടാ എന്ന് അവരോട് ആക്രോശിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അവരുടെ മുഖം എന്ന് പറഞ്ഞാൽ സൂദുൽ വുജൂഹ്, കറുകറുച്ച മുഖമായിരിക്കും അവർക്കുണ്ടാവുക. കറുകറുച്ച മുഖം. ഒന്നാമത്തെ മലക്കുകൾ വെളുത്ത മുഖം, കഅന്നഹും വുജൂഹു ശംസ്, സൂര്യനെ പോലെയുള്ള മുഖങ്ങളുള്ള ആളുകളായിരിക്കും അവർ. എന്നാൽ ഇവർ കറുകറുച്ച, കാണുമ്പോൾ തന്നെ പേടിയുള്ള മലക്കുകളായിരിക്കും ഈ ആളുകൾ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് അവർ അൽയൗമ തുജ്സൗന അദാബൽ ഹൂനി ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ് വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ, അല്ലാഹുവിനെ കുറിച്ച്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അനാവശ്യം പറഞ്ഞ, അല്ലാഹുവിന്റെ ഹഖിനെ യോജിക്കാതെ സംസാരിക്കുകയും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ വിഷയത്തിൽ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുടെ വിഷയത്തിൽ കിബർ നടിക്കുകയും ചെയ്ത് ഭൂമിയിൽ ഞാനൊക്കെ വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൂടെ നടന്ന ആളുകൾ, അങ്ങനെ നടന്നതിന് കാരണത്താൽ നീ ഇന്ന് പ്രയാസപ്പെട്ടു കൊള്ളുക എന്ന് പറഞ്ഞ് 2 കരങ്ങൾ വീശിക്കൊണ്ട് അവരുടെ പുറങ്ങളിലൊക്കെ ആഞ്ഞടിച്ചുകൊണ്ട് വേദനിപ്പിച്ചുകൊണ്ട് മരിപ്പിക്കുന്ന രംഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ രണ്ടാമത്തെ വിഭാഗം, മരണം ഭരിക്കുന്ന ആളുകൾ, അത്തരം ആളുകളാണ് വാലിമു അൻഫുസഹും, സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ച ആളുകൾ. അവർ മരിക്കുന്ന സന്ദർഭം മുതൽ അള്ളാഹുവോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്, ചില വിലാപവാക്കുകളുണ്ട്. അള്ളാഹുവോട് തിരിച്ചു നൽകാമോ എന്ന് പറയുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകുമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായി അവന്റെ മരണത്തിന്റെ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, അവൻ മരിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നു, വൻഫിഖു മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതി അഹദകുമുൽ മൗത്ത്, നിങ്ങൾക്ക് മരണം വന്നതിന് മുമ്പ് നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കണം.
കാരണം എന്താണ്? അതിന്റെ കാരണം എന്താണ്? മരിക്കുന്ന സന്ദർഭത്തിൽ ഫയഖൂൽ റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, അവന്റെ മരണമെത്തുന്ന സന്ദർഭത്തിൽ അല്ലാഹുവോട് അവൻ ചോദിക്കുന്നത്, അല്ലാഹുവേ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരു കുറഞ്ഞ സമയം നീ എനിക്കൊന്ന് തഖീർ ചെയ്ത് നൽകണേ, ഒന്ന് നീട്ടി നൽകണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവൻ വിലപിക്കുമെന്നാണ്. വഅകും മിനസ് സാലിഹീൻ, പടച്ചോനെ ഇനി ഞാൻ സ്വാലിഹായി കൊണ്ട് ജീവിച്ചു കൊള്ളാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുമെന്നാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂനിന്റെ 99-100 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രംഗത്തെ മറ്റൊരു രൂപത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത്, ഒരു മനുഷ്യന്റെ മരണം വന്നെത്തുന്ന സന്ദർഭത്തിൽ അവൻ റബ്ബിനോട് പറയുന്നത് ഖാല റബ്ബിർജിഊൻ, അല്ലാഹുവേ എന്നെ ഒന്ന് മടക്കി തരണേ എന്നാണ്. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ കുറെ സൽക്കർമ്മങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് റബ്ബേ, അതെല്ലാം ചെയ്തു കൊള്ളാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ സമയമുണ്ടായിട്ട് ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് എത്താത്തതിന്റെ പ്രയാസം ആ സന്ദർഭത്തിൽ നമുക്ക് ബോധ്യപ്പെടും. പള്ളിയിൽ വിളി വന്നിട്ട് താൻ ജോലി ചെയ്യുന്ന കടയിൽ പള്ളിയിൽ 1 അല്ല 2 അല്ല 3 പള്ളികളുടെ ബാങ്കിലെ വിളികൾ ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാ, വിജയത്തിലേക്ക് നമസ്കാരത്തിലേക്ക് വരൂ എന്ന വിളി ആവർത്തി ചെവിയിലേക്ക് എത്തിയിട്ടുണ്ട്. മൊബൈൽ ഫോണിൽ ബാങ്കിന്റെ സമയമായപ്പോൾ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. എന്നിട്ടും ജമാഅത്തിന്റെ പള്ളിയിലേക്ക് എത്താത്തതിന്റെ പ്രയാസം, അതിന്റെ ബുദ്ധിമുട്ട്, അതുകൊണ്ട് കിട്ടുന്ന ഭവിഷ്യത്ത് അവനപ്പോൾ മനസ്സിലാക്കും. റബ്ബിനോട് പറയും, അല്ലാഹുവേ റബ്ബിർജിഊൻ, എന്നെ ഒന്ന് മടക്കി നൽകണേ, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്, ഒരുപാട് അമൽ സ്വാലിഹാത്ത് റബ്ബേ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, അത് ചെയ്തു കൊള്ളാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിലപിക്കുമെന്നാണ്. ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ അവസരം കിട്ടിയിട്ട് ചൊല്ലാത്തതിന്റെ പ്രയാസം അവനെപ്പോൾ അനുഭവിക്കും. നമസ്കാരത്തിന് ശേഷം വളരെ പെട്ടെന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ടാകും സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹി വല്ലാഹു അക്ബറും. അതേപോലെ നമസ്കാര ശേഷമുള്ള അദ്കാറുകൾ ചൊല്ലാനുള്ള സമയം അവൻ ലഭിച്ചിട്ടുണ്ടാകും. പക്ഷേ ആ സമയം ഒന്ന് ഉപയോഗപ്പെടുത്താതെ പെട്ടെന്ന് ഇറങ്ങിപ്പോയി മൊബൈൽ ഫോൺ നോക്കിയിരുന്ന അല്ലെങ്കിൽ സംസാരിച്ചിരുന്ന ആ സമയം നഷ്ടപ്പെടുത്തിയതിന്റെ പ്രയാസം അപ്പോൾ അവനെ ബോധ്യപ്പെടും. റബ്ബിനോട് ചോദിക്കുന്നു, റബ്ബിർജിഊൻ, പടച്ചോനെ തിരിച്ചു നൽകണേ, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഒഴിവാക്കിയ സൽക്കർമ്മങ്ങളെല്ലാം പടച്ചോനെ ഞാൻ ചെയ്തു കൊള്ളാമെന്ന്. അങ്ങനെ അവന് ചെയ്യാൻ കഴിഞ്ഞിട്ടും ഒഴിവാക്കിയ പ്രവർത്തനങ്ങൾ അല്ലാഹുവോട് ഏറ്റുപറയും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതൊരു വെറും വാക്ക് മാത്രമാണ്, അതൊരു വെറും വർത്തമാനം മാത്രമാണ്. അള്ളാഹുവിന്റെ എത്രയോ ദൃഷ്ടാന്തങ്ങൾ അവനിലേക്ക് നേരത്തെ വന്നിട്ടുണ്ട്. ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ വെള്ളിയാഴ്ചകളിൽ മിമ്പറിൽ നിന്നുമല്ലാതെയും അവന് ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആവർത്തിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, നിന്നിലേക്ക് എത്തി അവനിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും അതൊക്കെ പിന്നെയും സമയമുണ്ട്, കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചവൻ നീക്കി വെച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സമയം കൊടുത്താൽ അവൻ അതും ചെയ്യുകയില്ല. അത് വെറും അവന്റെ സംസാരം വെറും വർത്തമാനം, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതൊരു വെറും വർത്തമാനം മാത്രമാണ്. എന്നിട്ട് അല്ലാഹു പറയുമത്രേ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, ഉയർത്തെഴുന്നേൽപ്പ് വരെ ഇനി അവൻ ബർസഖിൽ കഴിയട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. സുഹൃത്തുക്കളെ, അല്ലാഹുവിനെ വിലപിക്കുന്ന രംഗത്തെയാണ് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. സൽക്കർമ്മം ചെയ്യാതിരുന്നാൽ ആ ആളുകൾ അവിടെയും അവസാനിക്കുന്നില്ല. അവന്റെ മരിപ്പിക്കാനും വേണ്ടി മലക്കുൽ മൗത്ത് വരുന്ന സന്ദർഭത്തിൽ ആ മലക്കുൽ മൗത്ത് ആഗതമാകുന്ന സന്ദർഭത്തിൽ ചോദിക്കുന്ന ആ ചോദ്യങ്ങളും അവിടെ അവസാനിക്കുന്നില്ല. അവന്റെ റൂഹുമായി കൊണ്ട് മലക്കുൽ മൗത്ത് ആകാശത്തിലേക്ക് പോകും. മലക്കിന്റെ കൂടെ വന്ന മലക്കുകൾ അവനെ നരകത്തിൽ കൊണ്ടുവന്ന കഫൽ പുടവയിൽ പൊതിഞ്ഞുകൊണ്ട് ആകാശത്തേക്ക് അവനെ കൊണ്ടുപോകും. ആ സന്ദർഭത്തിൽ അവൻ മയ്യിത്തക്കട്ടലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാകും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരൊക്കെ അവനെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് കുളിപ്പിച്ച് അവനെ കട്ടിലേക്ക് കിടത്തും. ആ കട്ടിലിൽ കിടക്കുമ്പോഴും അവനൊരു വിലാപ വർത്തമാനം പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കത് കൃത്യമായി പഠിപ്പിച്ചു. പ്രവാചകനെ പറഞ്ഞു, ഇദാ മുദിഅത്തിൽ ജിനാസ, ഒരു മനുഷ്യനെ കട്ടിലിലേക്ക് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ, കട്ടിലിൽ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ആളുകളൊക്കെ അവരുടെ ചുമലിലേക്ക് അവൻ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവൻ ഒരു നല്ല മനുഷ്യനാണെങ്കിൽ അവൻ പറയുമത്രേ ഖദ്ദിമൂനി, എന്നെ പെട്ടെന്നൊന്ന് കൊണ്ടുപോകുമോ എന്ന്, പെട്ടെന്ന് കൊണ്ടുപോകുമോ എന്ന്. കാരണം ഖബറിലെത്തിക്കഴിഞ്ഞാൽ അവന് ലഭിക്കാനിരിക്കുന്നത് വലിയ സന്തോഷങ്ങളാണ്. അതുകൊണ്ട് ഖദ്ദിമൂനി, എന്നെ പെട്ടെന്ന് കൊണ്ടുപോകണേ എന്ന് അവർ പറയുമെന്നാണ്. എന്നാൽ അവനൊരു നല്ല മനുഷ്യനല്ല എങ്കിൽ അവന് പറയുന്ന വർത്തമാനം ആളുകളോട് പറയുന്നത് യാ വൈലഹ, എന്റെ നാശമേ, ഐന യദ്ഹബൂന ബിഹാ,
നിങ്ങൾ എവിടെയാണ് എന്നെയും കൊണ്ട് പോകുന്നത് എന്നവൻ ആർത്ത് അട്ടഹസിച്ചുകൊണ്ട് പറയുമെന്നാണ് പ്രവാചകന് പറഞ്ഞത്. മനുഷ്യനൊഴികെയുള്ള ബാക്കി എല്ലാവരും അത് കേൾക്കുമെന്നാണ്. പക്ഷേ റിവായത്തിൽ ജിന്നുകളും എന്നുണ്ട്. അതല്ലാത്ത മുഴുവൻ ജീവികളും അവന്റെ ആ നിലവിളി അട്ടഹാസം കേൾക്കുമെന്നാണ് പ്രവാചകന് പറഞ്ഞു. അവന്റെ ആ അട്ടഹാസമെങ്ങാനും ഒരു മനുഷ്യൻ കേട്ടിട്ടുണ്ടെങ്കിൽ അവൻ ബോധരഹിതനായി താഴെ വീഴുമെന്നാണ്. അത്ര വലിയ ഒച്ചത്തിൽ, ആളുകൾക്ക് കേട്ടാൽ ബോധം കെട്ടുപോകുമാറുള്ള ഒച്ചത്തിൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് എന്നെ കൊണ്ടുപോകല്ലേ എന്നവൻ നിലവിളിക്കുമെന്നാണ്. സുഹൃത്തുക്കളെ, ആരാണിത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കാതെ നന്മകൾ ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടും അത് ചെയ്യാതെ മുന്നോട്ട് നീങ്ങിയ ആളുകൾ, ആ ആളുകളെ കുറിച്ചാണ് അള്ളാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞത് അവൻ എന്നെ കൊണ്ടുപോകല്ലേ എന്ന് വിലപിക്കുമെന്നാണ്. എന്നാൽ അവന്റെ വിലാപങ്ങൾ മനുഷ്യരാരും കേൾക്കുന്നില്ല, ആളുകൾ ആരും കേൾക്കില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ ഇങ്ങനെ അവനെയും കൊണ്ട് ഖബറിലേക്ക് പോകും. ആളുകൾ ഖബറിലേക്ക് പോയി അവനെ ഖബറിലേക്ക് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് മണ്ണ് മൂടി അവന്റെ വീട് തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് ആളുകൾ തിരിച്ചു വരും. അവൻ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന അത്രയും കാലം ഖബറിലായിരിക്കും. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളെ മുഴുവനും പരലോകത്തേക്ക് ഒരുമിച്ച് കൂടുന്ന സന്ദർഭം പിന്നീട് വരാനുണ്ട്. ആ സന്ദർഭത്തിൽ നന്മകൾ ചെയ്തവർക്ക് വലത് കൈകളിലും തിന്മകൾ ചെയ്തവർക്ക് ഇടം കൈയിലും രേഖകൾ നൽകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇടം കൈയിൽ രേഖ ലഭിക്കുന്ന സന്ദർഭത്തിൽ അവന് വീണ്ടും അല്ലാഹുവോട് പറഞ്ഞു നോക്കും. വവുദിഅൽ കിതാബ്, അവന്റെ ഗ്രന്ഥം വെക്കപ്പെട്ട സന്ദർഭത്തിൽ ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി, അക്രമികൾ ഹതഭാഗ്യരായ ആളുകൾ തന്റെ രേഖയിലുള്ള കാര്യങ്ങൾ അവന് കാണുമെന്നാണ്. ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളും അവിടെ കാണും. എല്ലാ തോന്നിവാസങ്ങളും മൊബൈൽ ഫോണിൽ കണ്ടു തീർത്തത്, ഇൻസ്റ്റയിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ അനാവശ്യങ്ങളിൽ ഇങ്ങനെ കറങ്ങി തീർത്തത്, സ്കൂളുകളിൽ ക്യാമ്പസുകളിൽ കൂട്ടുകാരോടൊത്ത് അനാവശ്യ വർത്തമാനങ്ങൾ പറഞ്ഞത്, ആളുകൾ അറിയാതെ കച്ചവടത്തിൽ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് കബളിപ്പിച്ചുകൊണ്ട് ജീവിച്ചത്, അങ്ങനെ തുടങ്ങി ഒരുപാട് തോന്നിവാസങ്ങൾ, ഭർത്താവ് അറിയാതെ ചില തിന്മകൾ ഭാര്യമാർ കാണുമെന്നാണ്. എല്ലാ പ്രവർത്തനങ്ങളും ഈ ദുനിയാവിൽ ചെയ്തു കൂട്ടിയ ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി, ആ കിതാബിലുള്ളത് മുഴുവൻ അക്രമികളായ ആളുകൾ അവൻ കാണുമെന്നാണ്. എന്നിട്ട് അവൻ പറയും യഖൂലൂൻ, പിന്നീട് അവൻ പറയുന്നത് യാ ലൈതനാ മാലി യാ വൈലനാ യാ വൈലതനാ മാലി ഹാദൽ കിതാബ്, അല്ലയോ എന്റെ നാശമേ, ഇതെന്തൊരു കിതാബാണ്, ഇതെന്തൊരു ഗ്രന്ഥമാണ്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ചെറുതും വലുതുമായ ഒരു കാര്യവും ഇതിൽ അല്ലാഹുവേ നീ വിട്ടേച്ച് പോയിട്ടില്ലല്ലോ എന്നവൻ വിലപിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. എല്ലാം ഇഹ്സാ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി കൊണ്ട് രേഖപ്പെടുത്തുക എന്നാണ്. അതെല്ലാം അവിടെ തിട്ടപ്പെടുത്തി കൃത്യമായി കണക്കാക്കി വെച്ചിട്ടുണ്ടാകും. അതെല്ലാം അവരവിടെ കാണുമെന്നാണ്. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമ്മളോട് ഇന്ന് വെള്ളിയാഴ്ച ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതാൻ പഠിപ്പിച്ച സൂറത്തുൽ കഹ്ഫിന്റെ 49ാമത്തെ വചനമാണിത്. വലം കൈയിൽ ഇടം കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകളുണ്ട്, അതിൽ ഇടം കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകൾ അവർ പറയുന്ന വിലാപമാണിത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വവജദു മാ അമിലു ഹാദിറൻ, ആ സന്ദർഭത്തിൽ അവൻ ചെയ്ത പ്രവർത്തനങ്ങൾ അവനവിടെ ഹാജരായി കാണുമെന്നാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ വ്യത്യസ്ത വിശദീകരണം നൽകുന്നുണ്ട്. അവന്റെ പ്രവർത്തനങ്ങൾ കിതാബിൽ കാണുമെന്നാണ് ചിലർ പറഞ്ഞതെങ്കിൽ അവന്റെ പ്രവർത്തനങ്ങൾ അവൻ ചെയ്തതുപോലെ അവിടെ കാണിക്കപ്പെടുമെന്നാണ് ചിലർ പറഞ്ഞിട്ടുള്ളത്. അന്ന് ലോകത്ത് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിക്ക് മുകളിൽ ജീവിപ്പിച്ച മുഴുവൻ ആളുകളും അവിടെ ഉണ്ടാകും. നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടുന്ന സദസ്സിൽ നമ്മൾ ആരോരും കാണുന്നില്ല, അറിയുന്നില്ല എന്ന് കരുതി ചെയ്ത തിന്മകൾ അവിടെ വലിയൊരു സ്ക്രീനിൽ നമ്മൾ ചെയ്യുന്നത് മുഴുവൻ ആളുകൾ കാണുന്ന രൂപത്തിൽ കാണിക്കുമെന്നാണ്. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, എത്ര പ്രയാസമുള്ള അവസ്ഥയായിരിക്കും അത്. നമ്മൾ ചെയ്ത ഒരു തെറ്റ് തോന്നിവാസം നമ്മുടെ മൊബൈൽ ഫോണിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മുടെ ടീച്ചർ പിടിച്ചാൽ, നമ്മുടെ ഉമ്മ പിടിച്ചാൽ, കുടുംബക്കാർ അറിഞ്ഞാൽ നമ്മൾ എത്ര വഷളാകും, എത്ര വല്ലാത്തൊരു അവസ്ഥയായിരിക്കും നമുക്ക് ഉണ്ടാവുക. എന്നാൽ എല്ലാവരും ഹാജരാകുന്ന സദസ്സിൽ നമ്മുടെ തിന്മകൾ വായിച്ചു കേൾപ്പിക്കപ്പെടുമ്പോൾ, നമ്മുടെ തിന്മകൾ ആളുകൾക്ക് മുമ്പിൽ കാണിക്കപ്പെടുമ്പോൾ, ആ സന്ദർഭത്തിലെ അവസ്ഥകൾ ആലോചിക്കുന്നുവെങ്കിൽ ഒരു മനുഷ്യനെ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും. അതുകൊണ്ട് ഇതിന് കുറ്റവാളികൾ അവിടെ വിലപിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ അല്ലാഹു ഖുർആനിൽ പഠിപ്പിക്കുന്നു. അവിടെയും അവസാനിക്കുന്നില്ല. അവന്റെ ഇടം കൈയിൽ രേഖ ലഭിച്ചതിന് ശേഷം അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം കാണിക്കുമെന്നാണ്. നരകം കാണുന്ന സമയത്ത് അവന് പറയുന്ന വർത്തമാനം വലൗ തറ ഇതിൽ മുജ്രിമൂന നാകിസു റൂസിഹിം ഇൻദ റബ്ബിഹിം
തലകീഴായിക്കൊണ്ട് തല കുനിച്ചുകൊണ്ട് റബ്ബിന്റെ മുമ്പിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ കുറ്റവാളികളായ മനുഷ്യന് പറയും, റബ്ബന അബ്സർന, അല്ലാഹുവേ ഞങ്ങളിതാ കണ്ടിട്ടുണ്ട്, വസമിഅന ഞങ്ങളിതാ കേട്ടിട്ടുണ്ട്, ഫർജിഅന അതുകൊണ്ട് ഇപ്പോഴൊന്ന് മടക്കി നൽകണേ, നഅമൽ സാലിഹൻ അല്ലാഹുവേ ഞങ്ങൾ നന്മകൾ ചെയ്തു കൊള്ളാം എന്നവൻ അവിടെ നിന്ന് പറയുമെന്ന്. മരിച്ച് ഖബറിൽ കിടന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് കിതാബും കിട്ടിയിട്ട് അതിനേക്കാൾ അപ്പുറത്ത് അവന് ലഭിക്കാനിരിക്കുന്ന ശിക്ഷകൾ, തിന്മകൾക്കുള്ള ശിക്ഷകൾ, നരകം അവന്റെ മുമ്പിൽ കാണിക്കപ്പെടുമ്പോൾ അവന് വീണ്ടും കരയും, പടച്ചോനെ ഒന്ന് തിരിച്ചു തരണേ, രക്ഷപ്പെടാൻ മാത്രമുള്ള പ്രവർത്തനം ഞാൻ ചെയ്തു കൊള്ളാം റബ്ബേ എന്നവനോട് പറയുമെന്ന്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയും അവസരം നൽകുന്നില്ല. അവനെ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് പ്രവേശിപ്പിക്കും. ആ നരകത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും അവന് പറയും, വഹും യസ്തരിഖൂന ഫീഹാ, നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ അവിടെ നിന്ന് അട്ടഹസിക്കുമെന്നാണ്. നരകവാസികൾ നരകത്തിൽ നിന്ന് അട്ടഹസിക്കും. എന്നിട്ട് അവൻ പറയും, റബ്ബന അഖ്രിജ്ന, പടച്ചോനെ ഈ നരകത്തിൽ ഒന്ന് പുറത്തേക്ക് ഇറക്കി തരണേ റബ്ബേ, നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഈ ദുനിയാവിൽ നീ എനിക്ക് തന്ന, ഞങ്ങൾക്ക് തന്ന സന്ദർഭത്തിൽ, സമയത്തിൽ, ആയുസ്സിൽ ചെയ്യാതിരുന്ന നന്മകളെല്ലാം പടച്ചോനെ ഞാൻ ചെയ്തോളാം. ഞാൻ കണ്ടു റബ്ബേ, തിരിച്ചറിഞ്ഞ റബ്ബേ, ഇവിടെ ശിക്ഷകൾ മനസ്സിലാക്കി റബ്ബേ, ഇനി ഒരിക്കലും ഇത് കിട്ടുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യില്ല റബ്ബേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവൻ പറയുമെന്നാണ്. എന്നാൽ സഹോദരന്മാരെ, സഹോദരിമാരെ, ആ സന്ദർഭത്തിൽ അല്ലാഹു പറയുന്നത്, അവലം നുഅമ്മിറകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ, എടോ നിനക്ക് ചിന്തിക്കാൻ മാത്രമുള്ള സമയവും ആയുസ്സും ഞാൻ നിനക്ക് നീട്ടി തന്നിട്ടില്ലേ? ഈ ദുനിയാവിൽ നീ എത്ര കൊല്ലം ജീവിച്ചിട്ടുണ്ട്? നിന്റെ മുമ്പിലേക്ക് എത്ര സന്ദർഭങ്ങൾ കടന്നു വന്നിട്ടുണ്ട്? വജാഅകുമുൻ നദീർ, നിനക്ക് താക്കീത് നൽകുവാൻ, നീ ഇങ്ങനെ ചെയ്താൽ നിനക്ക് ശിക്ഷയാണ് എന്ന് പഠിപ്പിച്ചു നൽകുവാൻ, നന്മകൾ ചെയ്യണമെന്ന് പറഞ്ഞു നൽകുവാൻ, തിന്മകൾക്ക് ശിക്ഷ വരാണ്ടെന്ന് പഠിപ്പിച്ചു നൽകുവാൻ, വജാഅകുമുൻ നദീർ, നിനക്കൊരു താക്കീതുകാരൻ വന്നിട്ടില്ലേ? പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാർക്ക് ശേഷം ഉപദേശ നിർദ്ദേശങ്ങളുമായി, താക്കീതുകളുമായി പണ്ഡിതന്മാർ ഓരോ കാലഘട്ടത്തിലും വന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ മിമ്പറുകളിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. വജാഅകുമുൻ നദീർ, നിനക്ക് താക്കീതുകാരൻ വന്നിട്ടില്ലേ? എന്നിട്ട് നീ തിന്മ ചെയ്തു, ഇതൊന്നും വലിയ വിഷയമല്ല എന്നാണ് നീ വിചാരിച്ചത്. റബ്ബിനൊന്നും കാണുന്നില്ല എന്നാണ് നിനക്ക് തോന്നിയത്. അല്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞിട്ട് മടങ്ങാം എന്നായിരുന്നു നീ വിചാരിച്ചത്. പക്ഷേ നിനക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നിനക്ക് താക്കീതുകാരൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫദൂഖു ഫമാ ലിദ്ദാലിമീന മിൻ നസീർ, അതുകൊണ്ട് ഇനി നീ ഈ നരകത്തിലെ ശിക്ഷ നീ ആസ്വദിച്ചു കൊള്ളുക. അക്രമികൾക്ക് ഒരിക്കലും ഒരു സഹായിയെയും അവിടെ കണ്ടെത്തുവാൻ കഴിയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്ദർഭത്തിൽ അവരോട് പറയുമെന്നാണ്. സഹോദരന്മാരെ, നമ്മൾ നേരിടുന്ന ഓരോ സന്ദർഭത്തെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ അല്ലാഹു പഠിപ്പിച്ചത്. ഇത് എവിടെയോ എഴുതി രേഖപ്പെടുത്തപ്പെട്ട കാര്യമല്ല. നമ്മൾ ഓതുന്ന കിതാബിൽ, നമ്മൾ ഓതാൻ പഠിപ്പിച്ച ഖുർആനിൽ അല്ലാഹു നമുക്ക് വേണ്ടി പഠിപ്പിച്ചെന്ന കാര്യമാണ്. അവിടെയും അവസാനിച്ചില്ല. ആറാമതായി ആ നരകത്തിൽ പ്രവേശിച്ച് നരകത്തിലെ ശിക്ഷകൾ അവന് ഏൽക്കുന്ന സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുൽക്കിന്റെ 8 മുതൽ 10 വരെ വചനങ്ങളിൽ അല്ലാഹു വീണ്ടും പഠിപ്പിക്കുന്നു, തകാദു തമയ്യസു മിനൽ ഗൈൽ, നരകം അത് ഉഗ്ര കോപത്താൽ നരകം സ്വയം പൊട്ടി പോകുന്ന സന്ദർഭത്തിൽ കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ, ഓരോ ഘട്ടം ഘട്ടമായിക്കൊണ്ട് സംഘമായി നരകത്തിലേക്ക് ആളുകൾ വലിച്ചെറിയുമ്പോൾ സഅലഹും ഖസനതുഹാ, നരകത്തിന്റെ കാവൽക്കാർ ആ ആളുകളോട് ചോദിക്കും, അലം യഅതികും നദീർ, നിങ്ങൾക്ക് ഒരു താക്കീതുകാരൻ വന്നിട്ടില്ലേ? നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അതേ നദീർ, അതേ താക്കീതുകാരൻ നിങ്ങൾക്ക് വന്നിട്ടില്ലേ എന്ന് അവരോട് ചോദിക്കുമെന്നാണ്. ആ സന്ദർഭത്തിൽ ആ ആളുകൾ പറയും, ഖാലു ബല, അതേ ഞങ്ങളിലേക്ക് താക്കീതുകാരൻ വന്നിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നത് തോന്നിവാസമാണെന്ന് തിരിച്ചു നൽകുവാൻ ആളുകൾ വന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇസ്ലാമികമായ വസ്ത്രം ധരിക്കണമെന്ന് എന്നെ പഠിപ്പിക്കുവാൻ ആളുകൾ വന്നിട്ടുണ്ട്. ഞാൻ പ്രമാണങ്ങളിൽ വായിച്ചിട്ടുണ്ട്. ആളുകളുടെ വായിലൂടെ ഞാൻ കേട്ടിട്ടുണ്ട്, ഹറാമ് കാണരുത് എന്ന്, സംഗീതം കേൾക്കരുത് എന്ന്, അന്യ പെണ്ണുമായി അന്യ പുരുഷനുമായി കൊണ്ട് കൊഞ്ചിക്കുടഞ്ഞ് സംസാരിക്കരുത് എന്ന്, ആണും പെണ്ണും കൂടി കലരരുത് എന്ന്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം പഠിപ്പിച്ചു നൽകുവാൻ, ദീന് മനസ്സിലാക്കി നൽകുവാൻ എനിക്ക് താക്കീതുകാരൻ വന്നിട്ടുണ്ട്. പക്ഷേ ഫകദ്ദബിനാ, ഞങ്ങൾ അവരെയൊക്കെ നിഷേധിച്ചു കളഞ്ഞു. അവരൊക്കെ പറയുമ്പോൾ ചില ആളുകളെ പറയും, പണ്ഡിതന്മാരൊക്കെ നിഷേധിക്കുവാൻ മാത്രം, തള്ളിക്കളയുവാൻ മാത്രം ആളുകളെ കളിയാക്കുന്ന അവസ്ഥയിലേക്ക് സമൂഹം എത്തിയിട്ടുണ്ട്. ഫകദ്ദബിനാ, ഞങ്ങൾ അവരെ നിഷേധിച്ചിട്ടുണ്ട്, ഞങ്ങൾ അവരെ കളവാക്കിയിട്ടുണ്ട്. വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇൻ ഇൻ അൻതും ഇല്ലാ ഫി ളലാലിൻ കബീർ,
നമ്മളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും ഇറക്കിയിട്ടില്ല എന്നായിരുന്നു നമ്മളപ്പോൾ പറഞ്ഞിരുന്നത്. അപ്പോൾ വഖാലു, അവർ പറയും, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ. അന്ന് ഇഹലോകത്ത് ആളുകൾ എനിക്ക് പഠിപ്പിച്ചു നൽകാൻ വേണ്ടി വന്നപ്പോൾ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിൽ, അന്ന് ചെവി കൊടുക്കാൻ ഞാൻ സമയം കണ്ടെത്തിയിരുന്നെങ്കിൽ, അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുവാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ, ഈ കത്തിയെരിയുന്ന സഈറാവുന്ന നരകശിക്ഷയിലേക്ക് ഞാൻ വലിച്ചെറിയപ്പെടില്ലായിരുന്നല്ലോ എന്ന് നരകവാസികൾ വിലപിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ ആലോചിച്ച് നോക്കൂ. ജീവിതത്തിൽ മരണം മുതൽ അങ്ങോട്ട് നമ്മൾക്ക് നേരിടാനിരിക്കുന്ന ഓരോ സന്ദർഭത്തെയും, ആ സന്ദർഭത്തിൽ കുറ്റവാളികൾ നടത്തുന്ന വിലാപങ്ങളെയും വളരെ കൃത്യമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. നമ്മൾ ആരും ഈ ലോകം കണ്ടിട്ടില്ല. നമ്മൾ മരിക്കുന്നത് വരെയുള്ള ലോകം മാത്രമാണ് നമ്മൾ കാണുന്നത്. മരണത്തിന് ശേഷം ഒരു ലോകം വരാനുണ്ട് എന്ന് ആ ലോകത്തെ പടച്ച അല്ലാഹുവാണ് അവിടുത്തെ സന്ദർഭങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ആ ലോകം കണ്ടുവന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് താക്കീത് നൽകിയത്. ആ താക്കീതുകൾ ശിരസാ വഹിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ സന്നദ്ധമായിട്ടുണ്ടോ? സഹോദരന്മാരെ നമുക്ക് മരണത്തിന് ശേഷം വിജയിക്കുവാൻ കഴിയും. അല്ല എങ്കിൽ ഇവിടെ പറഞ്ഞ ഈ 6 സന്ദർഭങ്ങളെയും വിലപിക്കുന്ന, അള്ളാഹുവോട് സങ്കടം പറയുന്ന അവസ്ഥയിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. ആ വിലാപകരുടെ കൂട്ടത്തിൽ, കുറ്റവാളികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കണമെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ട് മുന്നേറുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് ഏവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഒരിക്കലും കൂടി ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, ജീവിതത്തിൽ തിന്മകൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിതം മുന്നോട്ട് നീക്കിയതെങ്കിൽ മരിക്കുന്നയിടം മുതൽ അങ്ങോട്ടേക്ക് നമ്മൾ നേരിടാനിരിക്കുന്ന സന്ദർഭങ്ങളെക്കുറിച്ചാണ് ഒന്നാം ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത്. ജീവിതത്തിൽ നന്മകൾ ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയേണ്ടതുണ്ട്. റബ്ബിന്റെ വിളിക്ക് ഉത്തരം ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന സന്ദർഭത്തിൽ സന്തോഷത്തോടുകൂടി പിരിയാൻ കഴിയുന്ന ആളുകളുടെ കൂട്ടത്തിലായിരിക്കണം നമ്മൾ ഉൾപ്പെടേണ്ടത്. അതിനെ തിന്മകൾ പരിപൂർണമായും ഒഴിവാക്കിക്കൊണ്ട് നന്മകളിലേക്ക് മത്സരിക്കുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. പലപ്പോഴും തിന്മകൾ ചെയ്ത ആളുകൾക്ക് ഒരു പിൻവിളി, ഞാൻ ഈ ചെയ്ത തിന്മകൾ കൊണ്ട് രക്ഷപ്പെടുമോ എന്ന ചിന്ത പലപ്പോഴും പല ആളുകൾക്കും ഉണ്ടാകാറുണ്ട്. എത്ര തിന്മ ചെയ്താലും അവർക്കെല്ലാം തിരിച്ചു വരവിനുള്ള ഒരു വലിയ പ്രോത്സാഹനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കുല്ലു ബനി ആദമ ഖത്താഉൻ, എല്ലാ മനുഷ്യരും തിന്മ ചെയ്യും, തിന്മ ചെയ്യാത്തവരായിട്ട് ആരുമില്ല. എന്നാൽ വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ, തിന്മകൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉത്തമനാരാണ്? ആ തിന്മകൾ മനസ്സിലാക്കി റബ്ബിനോട് പരിപൂർണമായും ഖേദിച്ച് മടങ്ങുന്ന ആളുകളാണ് ഏറ്റവും നല്ല വ്യക്തികളെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മൾ ചെയ്തു പോയ തിന്മകൾ നമ്മൾക്ക് എത്രയാണെന്ന് കൃത്യമാക്കാൻ നമ്മുടെ കയ്യിൽ കണക്കുണ്ട്. നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്കറിയാം. അതുകൊണ്ട് പരിപൂർണമായി അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റു പറയുവാൻ നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത്താഇബു മിനദ് ദംബി കമൻ ലാ ദംബ ലഹു, തൗബ ചെയ്യുന്നവൻ, തിന്മകളിൽ നിന്ന് പരിപൂർണമായും ഖേദിച്ച് മടങ്ങുന്നവൻ, കമൻ ലാ ദംബ ലഹു, ഒരു തിന്മയും അവന്റെ അക്കൗണ്ടിൽ ഇല്ലാത്തവനെ പോലെയാണ്. എത്ര വലിയ തിന്മ ചെയ്താലും സഹോദരന്മാരെ അള്ളാഹു പുറത്തു നൽകും. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ ചോദിക്ക് ഞാൻ നൽകാം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. എന്തും ചോദിച്ചാൽ അല്ലാഹു നൽകാൻ തയ്യാറാണ്. ആ റബ്ബിലേക്ക് 2 കരങ്ങൾ നീട്ടിക്കൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് ഏറ്റു പറയുവാൻ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട്. ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തിന്മകളും പുറത്തു നൽകുവാൻ അല്ലാഹു തയ്യാറാണ്. കടലിലെ നുരകളോളം പാപങ്ങളുണ്ടെങ്കിലും, മണ്ണിലെ ഭൂമിയിലെ മണൽത്തരികളോളം പാപങ്ങളുണ്ടെങ്കിലും എല്ലാം പുറത്തു നൽകാൻ അല്ലാഹു സന്നദ്ധമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങുവാൻ, പിന്നീട് ആ തിന്മകൾ ജീവിതത്തിൽ ചെയ്യാതെ നന്മകളിലേക്ക് മുന്നേറുവാൻ, മത്സരിക്കുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ മുമ്പിൽ ഒരുപാട് അവസരങ്ങൾ നന്മകൾക്ക് വേണ്ടി അല്ലാഹു ഒരിക്കൽ നൽകിയിട്ടുണ്ട്. ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്നിടത്താണ് നമ്മുടെ വിജയമുള്ളത്. നന്മകളിൽ മുന്നേറുവാൻ നമ്മൾ കഴിയേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള കുറ്റവാളികളുടെ കൂട്ടത്തിൽ, മരണം മുതൽ അങ്ങോട്ട് വിലപിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടും. അങ്ങനെ ആകാതിരിക്കുവാൻ
തിന്മകളിൽ നിന്ന് പരിപൂർണമായി തൗബ ചെയ്ത് നന്മകളിൽ മത്സരിക്കുവാൻ നമ്മൾ സന്നദ്ധമാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ തിന്മകൾ പരിപൂർണമായി ഒഴിവാക്കി നന്മകളിൽ മുന്നേറുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.